നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം പറയേണ്ട സമയമെത്തി. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. സർ, ഇപ്പൊ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒക്കെ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. മാർക്കറ്റിംഗ് കുറച്ച് എണീച്ചു നിൽക്കാൻ പഠിച്ചിരിക്കുന്നു. 24,000 താണ്ടി പോകുന്നു. ഇനി ഒരു റാലി വരുന്നു എന്നാൽ സെക്ടാറിലാണ് ഇരിക്കും. റാലി തീർച്ചയായിട്ടും വരില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമോ സർ? 24-ൽ തന്നെ ഇരിക്കും. എന്തെന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ഈക്വേഷൻ മാറണം. സോ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടുതൽ ചെയ്യണം. അത് നമ്മൾ എന്നും ചെയ്തതില്ലല്ലോ. എന്റെ കയ്യിൽ ഡോളർ വരണം. എന്നാ നമ്മൾ അധികം ചെയ്തതില്ലല്ലോ സർ. ഡോളർ വെളിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഡോളർ കൊടുക്കരുത്. ഇതുപോലത്തെ പല ബേസിക് വിഷയങ്ങൾ മാറാതെ വരയ്ക്കും. എനി റാലി വിൽ ബി സോൾഡ് ടു ഒരു $800 ബില്യൺ വച്ചിരിക്കുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എനിക്ക് ഒരു ചെറിയ സംശയം വരുന്നത് എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരുപാട് ദിവസത്തിന് ഇങ്ങനെ തന്നെ ഇരിക്കും എന്നതിന് മനസ്സിലാക്കാം. ഫണ്ട് വാങ്ങാതിരിക്കുവാണെങ്കിൽ ടപ്പൊന്ന് വീഴും. ഒരുപാട് ദിവസത്തിന് ഇങ്ങനെ ഇരിക്കുന്നു എന്നാൽ ഒരു പീരീഡ് ഓഫ് ടൈം, അതായത് 5 വർഷത്തിന് ശേഷം സാർ, അപ്പൊ 5 വർഷത്തിന് ഇങ്ങനെ ഇരിക്കുമോ സാർ? ഈ 6ാമത് വർഷത്തിലെങ്കിലും കേറാൻ പറയാൻ പറ്റൂല. മാക്സിമമായിട്ട് ഞാൻ ചോദിക്കുന്നു സാർ. മ്യൂച്വൽ ഫണ്ടിൽ കാശിട്ട് അതുമൂലമായിട്ട് ഈ മാർക്കറ്റ് വാല്യുവേഷൻ നിർത്തുന്നവരേക്കും ഇങ്ങനെ തന്നെ ഇരിക്കും. 5 വർഷം കഴിഞ്ഞ് വരുന്ന റാലി എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. 5 വർഷം കഴിഞ്ഞ് വരുന്ന റാലിക്ക് എല്ലാവരും നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന കാരണം 5 വർഷം കഴിഞ്ഞ് എന്ത് റാലി വരുന്നതെന്ന് നിനക്ക് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും? 5 വർഷം കഴിഞ്ഞ് എന്തിരിക്കും, ഇങ്ങനെ ഇരിക്കും, പോളിസി എങ്ങനെ ഇരിക്കും, സെക്ടറിനെ നോക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രംപേർക്കില്ല. ഇപ്പൊ സെക്ടർ എന്നതിന് വിട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞ് റാലി ആകുന്നത് കുറിച്ച് അത് കഴിഞ്ഞിട്ടല്ല 5 വർഷം അപ്പൊ ഇങ്ങനെയാണെന്നാണ് ഇരിക്കും. 25 കൊല്ലം ഇരുന്നു ജപ്പാനിൽ. ഇനി അമേരിക്കയും ജപ്പാനിൽ 35 വർഷമായിരുന്നു. ആ ഫേസിൽ നമ്മൾ വന്നോ എന്ന സംശയം സർ. ആ ഫേസിൽ തന്നെ ഇരിക്കുന്നു. 4 വർഷമായി. 4 കൊല്ലം കൊണ്ട് മാർക്കറ്റിൽ എന്താണ് റിട്ടേൺ? ഒരു റിട്ടേണും ഇല്ല. സർ, ITC നോക്കിയെങ്കിൽ ലാസ്റ്റ് 10 ഇയർ ആയിട്ട് വലുതായിട്ട് ഒരു റിട്ടേണും ഇല്ല. അതെ, ഇല്ല. ബട്ട് നിങ്ങൾ ലോ പോയിന്റിൽ വാങ്ങിയെങ്കിൽ സർ, അപ്പൊ ലോ പോയിന്റ് എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? 130, 150. പിന്നെ ബോണസ്. മെയിൻ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നല്ലേ സർ? പിന്നെ ബോണസ് സർ, ഇതുപോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് മിസ് ചെയ്തു എങ്കിൽ ഒരു 10 വർഷം മാർക്കറ്റ് റിട്ടേണിൽ 200 ഡേയ്സ് മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഒന്നുമില്ല. മാർക്കറ്റ് 200 ഡേയ്സിന് മാറ്റേഴ്സ് ആണ്. അതിനെ മിസ് ചെയ്യുവാണെങ്കിൽ ആ സമയം നമ്മൾ എക്സിറ്റ് ആയില്ലെങ്കിലും നമ്മൾ അഹപ്പെടും എന്നല്ലേ സർ? നിങ്ങൾ ആ സമയം എക്സിറ്റ് ആയില്ലെങ്കിൽ ഗെയിം തന്നെയല്ലോ, അത് വിടാൻ തന്നെയല്ലോ വച്ചിരിക്കുന്നു. പോയ കാശിനല്ലേ ഇട്ടിരിക്കുന്നു. എത്രയും കാശാണ് നിന്നെ വിട്ട് പറയാൻ പറ്റുമോ? 59 വയസ്സിൽ ടിഫൻ കോഫിക്ക് എത്രയും ചെലവ് ചെയ്തിരിക്കുന്നു പറയാൻ പറ്റുമോ? വീട്ടിൽ കഴിച്ചതില്ല. ഇത് എത്രയെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അപ്പോ ഓക്കെ സർ, ഫൈൻ. IT കമ്പനീസ് എല്ലാം മൾട്ടി ഇയർ ലോയിൽ ഇരിക്കുന്നു. റവന്യൂ ഗ്രോത്ത് മിനിമം ആഹാ ഓഹോ ഒന്നുമില്ല. പ്രോഫിറ്റ് വന്ന് ശമ്പളത്തെ കട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഡിവിഡൻഡ് കൂടാൻ പോകുന്നു. സർ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ഇരിക്കുന്നതിന് ഇൻവെസ്റ്റ്മെന്റിനെ ഡിഗ്രീസ് ചെയ്യുമോ? എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ ആണെങ്കിൽ വാങ്ങും. ഓൾറെഡി ഇരിക്കുന്ന കമ്പ്യൂട്ടറിന് ജോലിയില്ല. ഇതിന്റെ മുകളിൽ പുതിയതായിട്ട് കമ്പ്യൂട്ടർ വാങ്ങി എന്തെടുക്കും? വരുന്ന കമ്പ്യൂട്ടർ ഒക്കെ ചീപ്പായിക്കൊണ്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ ഡിവിഡൻഡ് നിർത്താൻ പോകുന്നില്ല. ഇരിക്കുന്ന കാശിനെ ഇൻവെസ്റ്റ് ചെയ്യുമോ ഡിവിഡൻഡ് കൊടുക്കുമോ എന്നല്ലേ സർ ആദ്യത്തെ ചോദ്യം. ഡിവിഡൻഡ് തന്നെ കൊടുക്കും, ഇൻവെസ്റ്റ് ചെയ്യൂല എന്ന് മനസ്സിലാക്കാമോ സർ? ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കാമോ? ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് കൂടും. രൂപ വെളുന്ന കാരണം പ്രോഫിറ്റ് കയറിക്കൊണ്ടല്ലേ ഇരിക്കും. ₹1 പ്രോഫിറ്റ് ചെയ്യുവാണെങ്കിൽ ₹70 പിരിച്ച് ഡിവിഡൻഡിൽ കൊടുക്കും. ₹30 ഇൻവെസ്റ്റ്മെന്റ്. സൗത്ത് കൊറിയയിൽ SK ഹൈനിക്സ് സാംസങ്ങിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് അതർ സൈഡ് ആപ്പിളിന്റെ റേറ്റ് ജാസ്തി ആയിരിക്കുന്നു. മെമ്മറി ഷോർട്ടേജ് കാരണം ആപ്പിൾ ആണ് റേറ്റ് കയറ്റുന്നു എന്ന് പറയുന്നു. SK ഹൈനിക്സ് എല്ലാം ഒരു അളവിൻ്റെ മേളിൽ മാർക്കറ്റിൽ വിൽക്കില്ല എന്ന കാരണത്താൽ നല്ല മൈക്രോൺ റിസൾട്ട് നന്നായിരുന്നാലും SK ടെക്സ്മൊക്കെ അടിച്ചു. SK ഹൈനിക്സ് അമേരിക്കയിൽ എക്സ്ട്രീമായിട്ട് ട്രൈ ചെയ്യുന്നു. $29 മില്യൺ അവരവിടെ ട്രൈ ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അത് കാരണം അടിക്കുന്നു. ഒരു സൈഡ് വന്നിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന കാരണം അടിവിളുന്നു. ഇന്നൊരു കാരണം SK ഹൈനിക്സിനെ കുറിച്ച് സാർ പറഞ്ഞ കാര്യം. ഇപ്പോ ബെറ്റ് ചെയ്ത് അനുസരിച്ചല്ലേ അടുത്ത ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ചെയ്യുന്നു. ഇതിന്റെ പേരിൽ എക്കണോമിക്സ് മാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പേര്. ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ ബാഡ് ആയെങ്കിൽ ഡബിൾ സ്പീഡിൽ മാർക്കറ്റ് വീഴും. ഈ AI സ്പീഡ് വന്നിട്ട് ഒരുപാട് കടൻ വാങ്ങിക്കൂടെ ചെയ്തിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ടൈറ്റൻ ചെയ്യുവാണെങ്കിൽ ഇന്നും ഫാസ്റ്റ് ആയിട്ട് വീഴും. ഇൻഫ്ലേഷൻ്റെ ഗേജ് വന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 4.1 ഇരിക്കുന്ന കാരണം ഇൻട്രസ്റ്റ് റേറ്റിനെ 2 പ്രാവശ്യം കയറ്റും എന്നാണ് തോന്നുന്നു. 3.5 to 3.75 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 to 4.25 ആകാം എന്നാണ് പറയുന്നത്. ഇരിക്കുമ്പോൾ കാശ് പുറത്ത് പോകും. ഇന്ത്യ വന്നിട്ട് 5.25 തന്നെ ഇരിക്കുവാണെങ്കിൽ കാശ് പുറത്ത് പോകും, രൂപ വീഴും. ഹീറോ മാർട്ടോ കാപ്പ് വന്നിട്ട് അവരുടെ ഫ്ലസ്റ്റർ വെഹിക്കിൾ പെർസൺ മീ എത്തനോളിൽ പോകാൻ
നിങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രോങ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒരു R&Dയിൽ അകത്ത് വരുവാണെങ്കിൽ ഒരു തന്നെ ഫസ്റ്റ് ഇൻ ദി വെഹിക്കിൾ. എഞ്ചിനെ കളക്ട് കൊണ്ട് എഞ്ചിനെ മാറ്റുന്ന കഥയാണ്. എത്തനാൾ എഞ്ചിൻ മാർക്കറ്റിൽ റെഡി ആയിരിക്കുന്നു. ഇതിനെ കളക്ട് ചെയ്തിലിട്ട് ഓടുമോ എന്ന് നോക്കുന്നു. സർ ഇങ്ങനെ സിമ്പിൾ ആയി തീർത്തു. 3 മാസത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എഞ്ചിന്? ഡെവലപ്പ് ചെയ്യുന്നത് പാടാണ് സർ. പിന്നെ ഇഷ്ടവരെ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നെങ്കിൽ ഇരിക്കല്ലേ സർ? അതന്നെയാണ് ഞാൻ പറയുന്നു. നല്ല മാർക്കറ്റിംഗ് ചെയ്യും. എന്നാൽ ചെയ്യുവാണെങ്കിൽ മിനിസ്റ്റർ വളരെ ഖുഷിയായിരിക്കും. ഇത്തനാൾ ബൈക്കിൽ ഇരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഇത്തനാൾ ബൈക്ക് വിറ്റിട്ട് പിന്നെ നോക്കാം. ഓക്കെ സർ, ഫൈൻ. ഡ്രഗിന്റെ ആനുവൽ സെയിൽസ് എന്ന് നോക്കിയാൽ 142 ബില്യൺ വർത്ത് ഓഫ് ഡ്രഗ്സ് ആനുവൽ സെയിൽസിൽ പാറ്റന്റ് വന്നിട്ട് 2026 ഇരുന്ന് 30 അകത്ത് തീരാൻ പോകുന്നു എന്ന് പറഞ്ഞു വരുന്നു. കാരണം പ്രൈസ് അടുത്തത് കുറയാൻ തുടങ്ങും. കാരണം ഒരു 30-40 ബില്യൺ ഡോളർ അത്രയും വില കുറയും എന്ന് പറയുന്നു. അഡ്വാൻറ്റേജ് തന്നെയല്ല, എക്സാക്ട്ലി സർ. വെളിനാട്ടിലും കുറയും. അവിടെ ഇരിക്കുന്ന കമ്പനി കോപ്പി അടിക്കും. ഇന്നും കൂടുതൽ കാശ് സമ്പാദിക്കും. സർ ഇപ്പോൾ നമ്മൾ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്നത് ഒരു സൈഡ്, ഈ അതർ സൈഡ് ഓൺകോളജിയിൽ 35% ഓഫ് ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നു. കോളേജിൽ നമ്മളെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. പട്ടാസ് ലിസ്റ്റിൽ അതിനെ സ്പെസിഫൈ ചെയ്തെങ്കിലും എടുക്കണോ സർ? നാറ്റ്കോ ഇരിക്കുന്നു, സൈഡസ് ഇരിക്കുന്നു, ഡേ ഇരിക്കുന്നു, സിപ്ല ഇരിക്കുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പ് സൺ കൺസിഡർ ചെയ്തു, അതും ഇരിക്കുന്നു. അടുത്തത് ഇമ്മ്യൂണോളജിയിൽ 24% ഓപ്ഷൻ ഒരുപാട് ഇരിക്കുന്നു എന്ന് പറയുന്നു. നോളജി എന്നത് പുതിയതാണ്. ആദ്യത്തെ പ്രാവശ്യം ഡ്രഗിനായിട്ട് വെളിയിൽ വരുന്നു. നമ്മളെ പിള്ളേർ അതിനെയും കോപ്പി അടിക്കും. ഇത് വന്നിട്ട് ജീം തെറാപ്പി പോലെയാണ്. പാറ്റന്റഡ് എന്ന് നോക്കുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് ഒരുപാട് കോപ്പി അടിക്കാൻ പറ്റൂല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് കോപ്പി അടിക്കും. പാറ്റന്റ് തീർന്ന കാരണം കൊണ്ട് കമ്പനിയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇരിക്കുന്നു സർ. അത് തന്നെ വെയിറ്റ് ചെയ്യും. അടുത്ത് വന്നിട്ട് ഡയബറ്റീസ് ഒരു 10% വരയ്ക്കും മാർക്കറ്റ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, $30 ബില്യൺ സെയിൽസ് ഇന്ത്യക്ക് അങ്ങനെ വരുന്നു. ആണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോ 30-40 ബില്യൺ ഡോളർ വരയ്ക്ക് ആൽമോസ്റ്റ് ഇന്ത്യക്ക് തന്നെ വരാൻ പോസിബിലിറ്റീസ് ഇരിക്കുന്നു എന്ന് പറയുന്നല്ലേ? ഇതിനുള്ള മാക്സിമം ഇത് വച്ചിരിക്കുന്നത് പേടിക്കുന്നത്. ഓക്കെ സർ, ഇന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ ഇരിക്കുന്നു സർ. കുറച്ച് നാളെ സംസാരിക്കാം. ഫൈൻ സർ, താങ്ക് യു സർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.